അസ്സാം വലൈക്കും. മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നടനും തിരക്കഥാകൃത്തുമായ ഒരു ആളുടെ സൂര്യകാന്തി തോട്ടത്തിലാണ് നമ്മളിന്ന്. കൃഷിയായിരുന്നു. ഒരു 13 വർഷത്തോളം നെൽകൃഷി കഴിഞ്ഞ് ഒരു 4 വർഷം മുമ്പാണ് സൂര്യാന്തി പൂവിന്റെ ഇത് തുടങ്ങിയത്. നെൽകൃഷി ശ്രീനേണ്ണും മനു ഇവരെല്ലാരും കൂടി ഒന്നിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ അതിൽ നിന്ന് വന്ന പുതിയ ആശയമാണ് സൂര്യാന്തി പൂവും പച്ചക്കറി എന്നുള്ളത്. അങ്ങനെ പച്ചക്കറിയൊക്കെ നടുകയും അതിന്റെ ഒപ്പം സൂര്യാന്തി അപ്പൊ പുറത്തുനിന്നുള്ള കുറെ ആൾക്കാർ വന്ന് ഇത് കാണുകയും ഇവിടെയുള്ള പച്ചക്കറി ഉൽപ്പന്നങ്ങൾ മേടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും. ഇവര് 3 പേരാണ് ഇതിനകത്ത്. ഇത് ഇപ്പൊ ഞങ്ങളുടെ കാര്യത്തിന് എപ്പോഴും ഈ സൂര്യാന്തി പൂ കാണാൻ വരുന്നവരും പിന്നെ ഈ നാട്ടിലുള്ള ഞങ്ങള് വഴിയിൽ കൊണ്ടിട്ട് വിൽക്കും. അപ്പൊ അവിടെ ഉള്ളവർ വന്ന് ഇവിടെ തന്നെ കൊടുക്കുന്നത്. ഇവിടെ തന്നെ നമ്മള് പുറത്ത് കടകളിലൊന്നും കൊടുക്കില്ല. ഇതില് വളമൊക്കെ ഇടുക നിങ്ങള്? ജൈവ രീതിയിൽ ചെയ്യുന്ന, അതുകൊണ്ടാണ് ഇത്രയും പുല്ലൊക്കെ കയറി പോയത്. ജൈവമായതുകൊണ്ട് അല്ലേ? അതാണ് അതിന്റെ മധുരം ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുമല്ല, സാധാരണ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തണ്ണിമത്തം പോലെയല്ല ഇത്. പക്ഷെ ഇപ്പൊ കഴിച്ച് കുറവുണ്ടാവും, എന്നാലും സാധനം നല്ലതായിരിക്കും. വയറുവേദന ഒന്നും പിള്ളേർക്കൊന്നും. അപ്പൊ ഈ സൂര്യകാന്തി പൂവ് പിന്നെ കാണാൻ മാത്രമേ വേറെ എന്തെങ്കിലും ഇതുകൊണ്ട് കാര്യമുണ്ടോ? ഭംഗി ഫോട്ടോ ഒക്കെ എടുത്ത് അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. എന്റെ പേര് ജൂഡ്. താങ്ക് യു കേട്ടോ. ഓക്കെ. വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂജ നടത്തുന്ന ഒരു കുഞ്ഞു അമ്പലമാണ് ഈ കാണുന്നത്. സൂര്യകാന്തി തോട്ടത്തിൻ്റെ തൊട്ടരികിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല ഗ്രാമീണതയും ഭംഗിയൊക്കെ അറിയിക്കുന്നൊരു നല്ലൊരു കാഴ്ചയാണ്. വളരെ ശക്തിയുള്ള ഒരു ദേവിയുടെ അമ്പലമാണ്. പാടത്ത് നിൽക്കുമ്പോൾ ട്രെയിനുകൾ പോകുന്നതും കാണാൻ പറ്റും. പഴവും പച്ചക്കറികളൊക്കെ പറിക്കുന്നൊരു സമയമായിരുന്നു. ഞങ്ങൾ കോഴിക്കോട്ടെ ചോദിച്ചപ്പോൾ അതിനെന്താ കുടിക്കോ, നിങ്ങൾ ഇഷ്ടമുള്ളത് പറിച്ചെടുത്തോ, ഇഷ്ടം പോലെ തൂക്കി കൊണ്ടുപോയിക്കോ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ. ഈ ആടുകളെയും ആടിനെ മേയ്ക്കുന്നവരെയും ഒന്നും ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ല. ഇതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകളാണ്. പാടവും സൂര്യകാന്തി പൂക്കളും പച്ചക്കറികളും അമ്പലവും, ഇങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ ആ മഹാനായ നടൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതെ, നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീനിവാസൻ. ഞങ്ങൾക്ക് ഇത്രയും മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച ഈ തോട്ടത്തിൻ്റെ ഉടമകളോടും ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു തന്ന മിസ്റ്റർ ജോഡിനോടും ലൈജു വർഗീസിനോടും, ഞങ്ങൾ ആ വെയിലത്ത് നടന്ന് ദാഹിച്ചപ്പോൾ ഞങ്ങൾക്ക് വാട്ടർമെലൺ മുറിച്ച് തന്ന മിസ്റ്റർ മനു വർഗീസിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ സൂര്യകാന്തി പൂക്കൾ കാണാൻ വരുന്നവർ അവിടെ നിന്നും പച്ചക്കറികളും പഴങ്ങളും വാങ്ങിച്ചു കൊണ്ടുപോയി കഴിക്കുക.